All set for Christmas? Yes, of course. എല്ലാം മനസ്സിലായി സെറ്റ്. സെറ്റിൽ അടിച്ചു പൊളിക്കാൻ വേറെ ലെവല്. അവസാനം വീണിട്ടില്ല. അത് സെന്ററിൽ അയാളായിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ അയാൾക്ക് പിന്നെ ചെയ്യാം. നല്ല കാറ്റുണ്ടല്ലേ. മൂന്നാറിലൊക്കെ പോയ ഫീലാണ്. ആ സൈഡ് നോക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് അമേരിക്കൻ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ബിഗ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ശരിക്കും പറഞ്ഞ 2025 ജാനുവരി ആയിരുന്നു ഈ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. പക്ഷെ ഹൗഎവർ ഞാൻ അധികം കൺസിസ്റ്റന്റ് അല്ലായിരുന്നു വീഡിയോസിൽ. അതെന്റെ തെറ്റ്. പക്ഷെ ഗായ്സ് 2026 ഞാൻ ഉറപ്പ് തരാം, ഞാൻ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഗായ്സ്, ഞങ്ങൾ എന്നത്തെയും പോലെ ഞങ്ങൾ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്റ്റേക്കേഷന് പോയിരുന്നു. 3 nights സ്റ്റേക്കേഷൻ മെറിലാൻഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കാം. 3 ദിവസത്തെ കളിത്തമാശകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കേട്ടോ. സോ ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഫോർ 3 nights. എനിക്കിഷ്ടമായി. പിന്നെ വീണ്ടും ഐസൊലേറ്റഡ് പ്ലേസ് ആണ്. എന്താണെന്നറിയില്ല, നമ്മൾ ബുക്ക് ചെയ്യുന്ന എല്ലാം ചുറ്റും വേറെ ഒരു വീടുകളും ഉണ്ടാവില്ല. നമ്മൾ മാത്രമായിരിക്കും ഈ ഏരിയയിലും, നമ്മൾ മാത്രം. എന്തായാലും വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കമാൺ. ആ പുതിയ വീടാ. ഓ ഇത് കൊള്ളാം. അപ്പൊ ഗായ്സ്, ഈ ക്യാബിൻ ഹൗസിന്റെ ശരിക്കുള്ള ലൊക്കേഷൻ മെക്ഹെൻറി ആണ്, മെറിലാൻഡില്. നമ്മൾ യൂഷ്വലി നിൽക്കാറുള്ള ക്യാബിൻ ഹൗസ് പോലെ തന്നെയായിരുന്നു ഒരുവിധം എല്ലാ ക്യാബിൻ ഹൗസ്. അതായത് ഞങ്ങൾ ടെനസി നിന്നതും വെർജീനിയ നിന്നും ഒക്കെ ക്യാബിൻ ഹൗസ് സെയിം ലേ ഔട്ട് പോലെ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് ഈ ഒരു ഔട്ട്ഡോർ സ്പേസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയി തോന്നിയത്. അതിവിശാലമായ ബാൽക്കണി സ്പേസ്. അപ്പൊ യൂഷ്വലി ഞങ്ങൾ നിൽക്കാറുള്ള സ്ഥലത്തൊന്നും ഇത്രയും ഒരു സ്പേഷ്യസ് ബാൽക്കണി ഇല്ലായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് വിന്റർ ആയതുകൊണ്ട് ഹീറ്റഡ് റൂംസും എല്ലാം നല്ല ഹീറ്റഡ് ആയിരുന്നു. പിന്നെ പുറത്തൊരു ഫയർ പ്ലേസും ഉണ്ട്. ഇതാണ് നമ്മളെ റൂം. ഈ ഗ്ലാസിന്റെ സംഭവം ഉള്ളത് എനിക്ക് ഇഷ്ടമായി റൂമില്. ലുക്സ് ഗുഡ്. അപ്പൊ ഈ ക്യാബിൻ ഹൗസ് മൊത്തം 5 റൂംസ് ആണുള്ളത്. മുകളിൽ 2, താഴെ 2, പിന്നെ നമ്മളെ ലിവിങ് ഏരിയനെ അടുപ്പിച്ച് ഒരു 1. നമുക്ക് താഴെ നോക്കാം. ഓ നൈസ്. ജോബിൻ പ്രൊഫഷണൽ ആണോ? ഓ കണ്ണാട്ടി. ഒറ്റോ ഇതെന്താ ലാലേട്ടർ പോലെ വേൽമുരിക്കാരും. വേറെ ലെവല്. അവസാനം വീണിട്ടില്ല. അത് പോളി. ഇവൻ പ്രോ ആട്ടോ, പ്രോ. ഇതിവിടെ വെച്ചിട്ടാണ് അടിക്ക്. എല്ലാവർക്കും ഓരോ നമ്പർ കിട്ടും. ഇത് 1 to 11 എഴുതിയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 11 ആൾക്കാരുള്ളതുകൊണ്ട് 1 to 11 ഉണ്ട്. എല്ലാവർക്കും ഓരോ നമ്പർ കിട്ടും. ആ ഓർഡറിൽ ആണ് നമ്മൾ ഗിഫ്റ്റ് എടുക്കുന്നത്. ഞാൻ നമ്പർ 1 ആണെന്ന് വിചാരിച്ചത്.
എനിക്ക് ഇതിനകത്ത് നിന്ന് ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്യും. അപ്പൊ എല്ലാവരും കാണുന്നത് ഞാൻ നമ്പർ 1 ആണ്. ഓക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് അടുത്ത നമ്പർ 2 കിട്ടിയ ആള്, അതാണ് അയാളുടെ അടുത്ത ഓപ്ഷൻ. അയാൾക്ക് ഈതർ സ്റ്റീൽ ചെയ്യാം, ഇതിനകത്തുനിന്ന് പുതിയ ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ എന്റെ ഗിഫ്റ്റ് സ്റ്റീൽ ചെയ്യാം. അപ്പൊ നിന്റെ കയ്യിൽ ഗിഫ്റ്റ് ഇല്ല, അപ്പൊ എനിക്ക് വേറെ എടുക്കാം. രണ്ടെണ്ണം എനിക്ക് ഇതിനകത്ത് രണ്ടെണ്ണം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഹു ഇസ് നമ്പർ 1? മരിയ. 3, 4, 5, 6. ഇതാണ് നീ നമ്പർ 3 6 ഞാനാ, 7 ആണ്. 7 ആണ്. 7, 8, 9, 10, 11. നീ 1 ആയിരുന്നു. ഓ, ലക്കി. ഓക്കെ, കണ്ണടയ്ക്കൊന്നും വേണ്ട. ഏതാ വേണ്ടത്? 5 കിലോയുടെ ചാന്തി ഞാൻ കണ്ടോന്ന്. ഓക്കെ, നമ്പർ 3 ആരെങ്കിലും ചോയ്സ് ആവുമ്പോ അവർക്ക് സ്റ്റീൽ ചെയ്യാൻ ഒക്കെ നല്ലതാണോ? ഇതെനിക്ക് ഇഷ്ടമായി. ബ്രാൻഡാണോ? ഇതൊക്കെ നല്ല കിച്ചൺ ഡബിൾ സ്കോളാലും വീട്ടിലൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല രണ്ടെടുത്തുണ്ട്, വീട്ടിലുണ്ടത്. നിനക്ക് പുതിയ എടുക്കാം, അല്ലെങ്കിൽ അവളുടെ സ്റ്റീൽ ചെയ്യാം. അടിപൊളി ഗിഫ്റ്റ്. അത് പോയി. ഇത് നല്ലതാ. അത് ലാസ്റ്റ് അത് സെന്ററിൽ അയാളായിട്ട് സ്റ്റീൽ ചെയ്യാം. അപ്പൊ അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാം. ലാസ്റ്റ് നമ്പർ വെയിറ്റ് നോക്കിട്ടൊക്കെ ജോബിൽ വെയിറ്റിലല്ല കാര്യം, കണ്ടന്റിലാണ്. സ്പീക്കർ 1 ഗ്രാം തകർത്തി പൊതിഞ്ഞ്. അതാണ് എല്ലാരും കാത്തിരിക്കുന്നത്, എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിനാ. വാട്ട് ഇസ് ഇൻസൈഡ് ഇറ്റ്? ആരോ തൊപ്പിക്കാതിരിക്കുന്നത്. അപ്പം ഗായ്സ്, ഇതായിരുന്നു കേട്ടോ വൈറ്റ് എലിഫന്റ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഗെയിം. ആക്ച്വലി അടിപൊളി ഫൺ ഗെയിമായിരുന്നു, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ. അതായത് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ഗിഫ്റ്റ് അടിപൊളിയായി കണ്ടാൽ നമുക്ക് അത് സ്റ്റീൽ ചെയ്യാം. അപ്പം മൊത്തത്തിൽ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനമായപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീൽ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ വേറെ ഓരോരുത്തരൊക്കെ എടുത്തുകൊണ്ടുപോയി. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇറ്റ് വാസ് റിയലി ഫൺ ഗെയിം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത ഗെയിമിലേക്ക് കടന്നു. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് വൈബായിരുന്നു. ഫുൾ ഗെയിംസൊക്കെ കളിച്ച് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഓ, ഇവര് ടഫ് കോമ്പറ്റേറ്റേഴ്സ്. ജോബിന് എന്തൊരു സങ്കടം. ഇത് സൂം ചെയ്തെടുക്കട്ടെ. ടഫ് കോമ്പറ്റേഷൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല ലേറ്റായി ഉറങ്ങാൻ. ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പം തന്നെ 1 മണി 2 മണിയൊക്കെ ആയി. അപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയി, കാരണം നല്ല ടയേർഡും ആയിരുന്നു ട്രാവലൊക്കെ കാരണം. അപ്പം എല്ലാവരും നല്ല കോസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു കോഫിയും ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ്. അപ്പം എല്ലാവരും ഇങ്ങനെ റിലാക്സ് മോഡാണ്. രാവിലെ തന്നെ നല്ല തണുപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഹീറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പുറത്തിറങ്ങും നല്ല തണുപ്പാണ്. ഐസിക്കിൾസ് സൂപ്പർ കോൾഡാണ് ഗൈസ്.
ഇവരൊക്കെ കൂടെ കുറെ ഗ്രില്ല് ചെയ്യാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും. നല്ല തണുപ്പുണ്ട്, ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറട്ടെ. ഓ മിസ്സിങ് യു കാവ്യേച്ചി. വീഡിയോ ജോബിന് ഉണ്ടാക്കിയ പ്ലം കേക്ക് ഭാര്യ വായിൽ വെച്ചു. അടിപൊളി. നമ്മളൊക്കെ ഫുഡ് കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഹെവി ഫുഡായിരുന്നു. ലെമൺ റൈസ്, ചിക്കൻ കറി, പോർക്ക് കറി, ബീഫ് കറി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് ഗ്രില്ലിങ് പരിപാടിയും പിന്നെ കുറച്ച് ബാക്കി ഗെയിംസും കൂടെ കളിക്കാനുണ്ട്. കാണാം. 1 2 3 സ്റ്റാർട്ട്. കുറച്ച് പോസ്റ്റിൽ കൊടുത്തിട്ട് ഔട്ട്. 1 2 തീർന്നു. അടുത്ത ആള്. ഇത് എന്തായിരുന്നത്? ഇനി ഒരാൾക്ക് കണ്ട് അത് വേണമെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ ഇനി ഒരാൾക്ക് മറിയ ഗ്യാസ് ഓഫ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പഫ്സും കോഫിയാണ് നമ്മളുടെ ഈവനിങ് സ്നാക്ക്. പഫ്സ് ആൻഡ് കോഫി സോസ് പോട്ടോ. ജഡ്ജ് കൗണ്ടർ. ജഡ്ജ് ഇവിടെ അല്ലേ? ജഡ്ജ് ജസ്റ്റ് കോൺസെൻട്രേറ്റ്. തീർന്നു. 1 ടൈം. സ്റ്റോപ്പ്. 3 2 1 സ്റ്റോപ്പ്. ഇത്രയും തണുപ്പാണ് ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഗ്രില്ലൊക്കെ ചെയ്ത് ചില്ല് ചെയ്തിരിക്കാം. നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ പുറത്തുള്ളത്. എന്താ എല്ലാരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഗ്രില്ല് ചെയ്യാൻ. ഒരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ. എന്റെ ഫോട്ടോ ഓ നല്ല കാറ്റുണ്ടല്ലേ. ജോബിൻ ഗ്രില്ലിംഗ് തുടങ്ങിയോ? ജോബിൻ ഓക്കെ. ഇവിടെ സ്റ്റേക്ക് ഗ്രില്ലിംഗ് ആണ്. ഊത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരും. ആത്മാവ്
ഇങ്ങനെന്താ യെസ്. മോർണിംഗ് ഗായ്സ്. അപ്പം ഞങ്ങള് സമയം ഇവിടെ 11 മണിയായി. നല്ല ലേറ്റായി എഴുന്നേക്കാൻ, കാരണം ഇന്നലെ നല്ല ലേറ്റായി ഉറങ്ങാൻ. അപ്പോൾ ഇവിടെ ടൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് നമ്മുടെ ജോണും ബിൻസിയും കൂടെ. അപ്പം നല്ല വിശപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ടൂണ സാൻഡ്വിച്ച് കഴിക്കാൻ. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസം പറയുക, മൂന്നാറിലൊക്കെ പോയ ഫീലാണ്. ഫുൾ ഫോഗ്. ഓ ആ സൈഡ് നോക്ക്, ഫുൾ ഫോഗ് അല്ലേ? കൊള്ളാം. ഞാനിപ്പോൾ സ്വെറ്റർ ഇല്ലാണ്ടാണ് നടക്കുന്നത്. വേറെ പറ്റിയ നോക്കിയാണ് ടെമ്പറേച്ചർ. വിൻഡ് വരുമ്പോൾ നമുക്ക് മോർ ഫീൽ ചെയ്യാം. ഇത് ഫുൾ വെള്ളമാണ്. Next mayo, okay. For the sweet element, right? Okay, ബിൻസിന്റെ ടൂണ സാൻഡ്വിച്ച്. കൊള്ളാം. കോൾഡ് സാൻഡ്വിച്ച് ആണ്, പക്ഷെ അടിപൊളി. യെസ്, അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് ബേസ്മെന്റിലാണ് ജക്കൂസി ഉള്ളത്. ഇവിടെ വരെ പൂള് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം 3 nights, ഇതിപ്പോൾ ലാസ്റ്റ് നൈറ്റാണ് ഇന്ന്. നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്, തിരിച്ചു പോവാണ് ഫിലിയിലേക്ക്. അപ്പോൾ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എന്താ പറയുക ട്രിപ്പ്. പ്രാവശ്യം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കാവ്യേച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്, അതിലേട്ടൻ്റെ വൈഫ്. കാരണം ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. കാരണം എല്ലാ ട്രിപ്പിലും ആളുണ്ടാവാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നാട്ടിലാണുള്ളത്. പിന്നെന്താ, ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന്. ബോയ്സൊക്കെ കൂടെ അവിടെ പൂള് കളിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഞാനും ബിൻസി നീത്തും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് നടന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫാസ്റ്റ് ആക്കട്ടെ. അവരവിടെ മുന്നിലെത്തി. നല്ലതാണോ? പക്ഷെ നല്ല സുഖമുണ്ടല്ലോ നടക്കാൻ. നമ്മളിപ്പോൾ സ്ലോപ്പ് കയറാൻ പോവാണോ? ഇത് നോക്കാം, ഒരു വലിയ സ്ലോപ്പ് ഉണ്ട്, നോക്കാം. ബട്ട് കുറേ ഫുഡ് കഴിക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എക്സസൈസ് വേണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചത്. തീറ്റ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണമല്ലോ. ഇത് നല്ല വീട് കേട്ടോ, വെരി ബിഗ് ഹൗസ്. ഞങ്ങളിങ്ങനെ ഓരോ വീടുകൾ കണ്ട് നടക്കുകയാണ്. ആരുമില്ല ഈ സ്ഥലത്ത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു നല്ലൊരു വാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുക, കാരണം ടൈം പോകണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ പറയും. അപ്പോൾ ആ ലെറ്റർ വെച്ചിട്ടാണ് നമ്മളെല്ലാം ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഇത് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ടീച്ചർ എത്ര മണിക്ക്? ചിന്തിക്കാൻ പറ്റില്ല.
നിങ്ങൾ അടിക്കണമായിരുന്നു. അനിയത്തിന്റെ പേരെന്താ? ലീലാതി. എന്താ ഫേവറേറ്റ് ഫുഡ്? ലിസ്. ലങ്കേ. ചോദിക്കും, നിങ്ങൾ ചോദിക്കും എന്തെങ്കിലും. ഇഷ്ടപ്പെട്ട കാർമാന്റേതാ? ചിന്തിച്ച ഇത് വീട്ടുപേര്, വീട്. അമ്മയുടെ പേര്, വാനു. അച്ഛന്റെ പേര്, വാമൻ. ഭാര്യന്റെ വീട്, വൈഫ്. ഇഷ്ടപ്പെട്ട ഫുഡ്, വറുത്തത്. സിനിമ ഇഷ്ടമുള്ള സിനിമ, വാനം. വണ്ടിയേതാ? വെഹിക്കിൾ. കൊള്ളാം. ലീഡിങ്. ഓ ജോലി, ജോലി അത് തിങ്ക് ചെയ്ത് കൊടുത്തു. ഒരാൾ ചോദിക്കും ജോലി. വെഹിക്കിൾ റിപ്പയർ. അവിടെ എന്ത് ചെയ്തു? വെഹിക്കിൾ റിപ്പയർ ചെയ്യും. എങ്ങനെയുണ്ട് ഗാർലിക് ബ്രെഡ്? എന്താണ് അഭിപ്രായം? അടിപൊളി സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. 3 ദിവസം 4 ദിവസം ഉറങ്ങി. ബോറടിച്ചില്ലേ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന? ബോറടിച്ചില്ല. ബോറടിക്കാൻ മാത്രം സമയം കിട്ടിയില്ല. അതുപോലെ ബിസിയായിരുന്നു. 3 ദിവസമായിട്ട് നടുവൊടിഞ്ഞ് കിച്ചണിനകത്ത് പണിയെടുത്ത്. ഇതാ അടുത്ത ആളെടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? വളരെ നല്ലതായിരുന്നു. അനൂസ് അമേരിക്കൻ ഡയറീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി. അത് നമ്മുടെ അമേരിക്കയുടെ തന്ത്രിതാവസ്ഥയെ തന്നെ മാറ്റുന്ന ഒരു തീരുമാനമായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഹിമ ഇഷ്ടപ്പെട്ടു? അടിപൊളി ഉണ്ടായിരുന്നു 3 ദിവസം. അടിപൊളിയായിരുന്നു. ഹൗ വാസ് ഇറ്റ്? പക്ഷെ കുറച്ചുകൂടെ ദിവസം വേണമായിരുന്നു. ദിവസം വേണം, നമുക്ക് ഒരിക്കലും മതിയാവുന്നില്ല അല്ലെ? ഗെയിംസ്, ബിൻസിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദ ഗെയിംസ്. ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് യു ഗേവ് ദ ഗെയിംസ്. എല്ലാരും ബിൻസിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കും, കാരണം ബിൻസിയാണ് ഗെയിംസ് കൊണ്ടുവന്നത്. കാക്കയുടെ ശബ്ദം.